പ്രമേഹ രോഗികൾ ഒന്ന് ജാഗ്രത പുലർത്തണം. പലപ്പോഴും നിങ്ങൾ പ്രമേഹമെന്ന് പറഞ്ഞ് വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചതിയിൽപ്പെട്ടതായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. 120 പ്രമേഹത്തിന്റെ നിലയെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞു. ടെസ്റ്റ് റിപ്പോർട്ടിൽ അത് കാണിച്ചു തന്നു. ഈ 120 എത്തിയാൽ പ്രമേഹം വരുമെന്ന് ആരാണ് പറഞ്ഞത്? അമേരിക്കക്കാരനും ഫ്രഞ്ചുകാരനും ആഫ്രിക്കക്കാരനും കേരളീയനും, കേരളീയരിൽ തന്നെ നഗരവാസിക്കും ഗ്രാമവാസിക്കും ആദിവാസിക്കും 90 വയസ്സായാലും 50 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും എല്ലാം 120. അപ്പർ ലെവൽ എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് ഷുഗർ 120 ആണെങ്കിൽ ഷുഗർ തുടങ്ങാറായി, 120 കഴിഞ്ഞാൽ ഷുഗറായി എന്ന് പറയുന്നത് ഇത് ഏത് യുക്തിക്ക് നിരക്കുന്നതാണ്? ലോ ബി പി ആയിട്ടുള്ള ഒരാൾക്കും ഹൈ ബി പി ആയിട്ടുള്ള ഒരാൾക്കും നോർമൽ ബി പി ഉള്ള ഒരാൾക്കും ഷുഗറിന്റെ നില 120, ബി പിയുടെ നില 120/80 എന്ന് പറയുന്നത് ശരിയല്ല. ഓരോരുത്തരുടെയും ശാരീരിക പ്രത്യേകത അനുസരിച്ച്, മാനസിക പ്രയാസങ്ങളും മാനസിക സന്തോഷവും അനുസരിച്ച്, ആഹാരം കഴിക്കുന്ന രീതി അനുസരിച്ച്, ഭൂപ്രകൃതി അനുസരിച്ച്, കാലാവസ്ഥയനുസരിച്ച് ഒക്കെ ശാരീരിക നിലകളിൽ വ്യത്യാസമുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് കഴിയുന്നത്ര മനുഷ്യരെ രോഗികളാക്കാൻ 120 എന്നൊരു കണക്ക് വെച്ചത്. ഇത് 160 ആയിരുന്നു. അത് 140 കുറച്ചു കൊടുത്തു. 5-8 മരുന്ന് കമ്പനികളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഷുഗറിന്റെ നില എത്രയാവണം, എത്രയാണെങ്കിൽ മരുന്ന് തുടങ്ങണം, ഏതൊക്കെ മരുന്ന് കഴിക്കണം, പ്രഷറിന്റെ നില എത്രയായിരിക്കണം. ആ 140 കഴിഞ്ഞപ്പോ, അപ്പോ 160 നിന്ന് 140 ആയപ്പോ 10% ആളുകൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ടവരായിട്ട് മാറി. അത് കഴിഞ്ഞവർ 140 നിന്ന് 120 കുറച്ചു. അപ്പോൾ 30% ആളുകൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നു. കൂടുതലായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാൾ കൂടുതലായി 30%. ആ 120 അവര് പിന്നെ 110 110 30 അല്ല 50% ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പകുതിയോളം വീണ്ടും അത്രയും വരുന്ന ഒരാളുകൾ കൂടെ മരുന്ന് കഴിക്കേണ്ട രോഗികളാക്കി. ഇപ്പൊ 100 മരുന്ന്, വിദേശത്താണെങ്കിൽ 90 കണ്ടാൽ മരുന്ന്. അപ്പോൾ വീണ്ടും ഇരട്ടിക്കുകയാണ് മരുന്ന് കഴിക്കേണ്ടവരുടെ എണ്ണം. ഇതുപോലുള്ള കെണികളിൽ പലപ്പോഴും നിങ്ങൾ വീഴുന്നുണ്ട്. ലാബ് ടെസ്റ്റുകളെ ഒരിക്കലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കരുത്. ഇത് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നതാണ്. ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ് ലോകത്തെമ്പാടുമുള്ള മെഡിക്കൽ കോളേജുകളിൽ MBBS പഠിപ്പിക്കുന്ന പുസ്തകത്തില് 20ാമത്തെ എഡിഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഭാഗത്ത് മെഡിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് പറയുന്നു. മെനി മെഡിക്കൽ ടെസ്റ്റ് ആർ പൊട്ടൻഷ്യലി ഹസാർഡസ്. നൺ ഓഫ് ദീസ് ടെസ്റ്റ് ആർ കംപ്ലീറ്റ്ലി റിലയബിൾ. നല്ലൊരു ശതമാനം ലാബ് ടെസ്റ്റുകളും അപകടകാരികളാണ്. ഇതിലൊന്നിനെയും മുഴുവനുമായും വിശ്വസിക്കാനുമാവില്ല. ഇന്ന് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് ടെമ്പററി ഡയബറ്റിക്സ് ആണ് ഉണ്ടായിട്ടുണ്ടാകുക. 80% നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികളെയും ആവശ്യമില്ലാതെ മരുന്ന് കഴിപ്പിക്കുകയാണ് മരുന്ന് കമ്പനിക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പൽ പൂളുന്ന കമ്മീഷൻ വാങ്ങി ഡോക്ടർമാര്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഡോക്ടർമാര് മരുന്ന് കമ്പനികളുടെ സമ്മാനങ്ങൾ 1000 രൂപ കൂടുതലുള്ളത് വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിയമം കൊണ്ടുവരണമെങ്കിൽ എന്ത് ഭീകരതകളാണ് മരുന്ന് എഴുതാൻ വേണ്ടി ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഒന്ന് ജാഗ്രത പാലിക്കണം. ഒരു 150 വരെ ഫാസ്റ്റിംഗ് ഷുഗർ കണ്ടതിന്റെ പേരിൽ പേടിക്കണ്ട. നിങ്ങളുടെ ശരീരത്തിന് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മരുന്നിലേക്ക് പോകാവൂ. നല്ലത് മരുന്നിലേക്ക് പോകാതെ പ്രകൃതി രീതികൾ ചെയ്യുന്നതാണ്. പ്രകൃതി രീതികൾ ചെയ്താൽ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഏത് രോഗത്തെയും, പ്രമേഹം ഉൾപ്പെടെയുള്ള ഏത് രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇൻസുലിനും മരുന്നുകളും നിർത്തി അനേകം ആളുകൾ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ട്. നേച്ചർ ലൈഫിന്റെ ഏതെങ്കിലും ഒരു ചികിത്സാലയത്തിലേക്ക് ചെല്ലുക. നേച്ചർ ലൈഫിന്റെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും. നമ്പർ ഞാൻ പറയാം: 94 96 044 515 94 96 044 505. ഈ നമ്പറുകളിൽ ഏതെങ്കിലും വിളിച്ച് ഒന്ന് സംസാരിക്കുക. ഞങ്ങളുടെ ചികിത്സാലയത്തിലെത്തി
നിങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാനിരിക്കുന്ന ഞങ്ങളുടെ ഡോക്ടർമാരായിട്ട് കാണാം, അവരുമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ സ്വയം ചികിത്സിക്കാനുള്ള സാഹചര്യം ഞങ്ങളുടെ ചികിത്സാലയം ഒരുക്കിത്തരും. നന്ദി, നമസ്കാരം.